2011 ജനുവരിയിൽ CPM-ന്റെ മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായാണ് 200ഓളം കുടുംബങ്ങൾ ആറന്മുള സമരഭൂമിയിലെത്തിയത്. വിമാനത്താവള സമരം ശക്തമായതോടെ ഇവരും സമരത്തിന്റെ ഭാഗമായി. 35ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ സമരഭൂമിയിൽ അവശേഷിക്കുന്നത്. സമരത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടതോടെ പാർട്ടികൾ പിന്നീട് ഇവരെ കൈയൊഴിഞ്ഞു. തങ്ങളെ സമരഭൂമിയിലെത്തിച്ച ഇടതുപക്ഷം പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയില്ലെന്ന് ഇവർ പറയുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഇവിടെ സമരം തുടങ്ങിയതും സമരം നടത്തിയതും ഇത്രയും കാലം ഇവരെ കൊണ്ടാക്കിയതും. ഇപ്പം അത് കഴിഞ്ഞ് BJP-ക്കാർ അവരെ ഏറ്റെടുത്തു. അവർ സമരത്തിന് മുൻതൂക്കം കൊടുത്ത് അവരും വന്നു. പക്ഷേ ഇപ്പോൾ ആരും ഒരു പാർട്ടിക്കാർ ഒരു രാഷ്ട്രീയക്കാർ ഇപ്പം ഇങ്ങോട്ട് കയറാറില്ല. രാഷ്ട്രീയക്കാർ നൽകിയ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത്തവണയും വോട്ട് ചെയ്യാൻ തന്നെയാണ് മിക്കവരുടെയും തീരുമാനം. വോട്ട് ചെയ്യോ? ഞാൻ പരുമല പോയി ചെയ്യും. ഞങ്ങൾക്ക് 2 പേർക്കുണ്ട്, എൻ്റെ ഭർത്താവിനും എനിക്കുണ്ട് പരുമല. വോട്ട് നമ്മൾ രാഷ്ട്രീയമോ പാർട്ടിയോ നോക്കിയല്ല, നമ്മുടെ ഒരു അവകാശം. അത് വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കി കളയുന്നത്? വിമാനത്താവള വിരുദ്ധ സമരം വിജയിപ്പിക്കാൻ പാർട്ടികൾക്ക് ഇവരെ വേണമായിരുന്നു. വെയിലായാലും മഴയായാലും നരകതുല്യമായ വെള്ളവും വെളിച്ചവുമില്ലാത്ത സമരഭൂമി ഉപേക്ഷിച്ച സമരാനന്തരം ഭൂരിപക്ഷം ആളുകളും പോയി. എന്നാൽ മറ്റു മാർഗങ്ങളില്ലാത്തവർ സമരഭൂമിയിലെ ചെറുകുടിലുകളിൽ തന്നെ തുടർന്നു. മരുഭൂമി പോലെ കിടക്കുന്ന സമരഭൂമിയിലെ കത്തിക്കാളുന്ന ചൂടിൽ തങ്ങളുടെ ചെറുകുടിലുകളിൽ വെന്തുകഴിയുകയാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ. മീഡിയ 1 പത്തനംതിട്ട.